ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു, മിസ്രയീം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. സന്ദർഭം നമുക്കറിയാം. മിസ്രയീമിൽ ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് വന്നു. അപ്പോൾ ആ രാജാവ് ഭയപ്പെടുകയാണ്. കാരണം ഇസ്രായേൽ ജനത മേൽക്കുമേൽ വർദ്ധിച്ചു വരികയാണ്. തങ്ങൾ മിസ്രയീമ്യരേക്കാൾ കൂടുതൽ ഇസ്രായേൽ ജനതയാണ്. കാരണം ഇസ്രായേൽ ജനത എന്ന് പറയുന്നത് മിസ്രയീമ്യരെ സംബന്ധിച്ചിടത്തോളം അന്യദേശക്കാരാണ്, അന്യജാതിക്കാരാണ്. ആ അന്യജാതിക്കാരായ ഈ ഇസ്രായേൽ ജനത തങ്ങളുടെ രാജ്യത്ത് ഇങ്ങനെ വർദ്ധിച്ചു വന്നാൽ നാളെയോ അല്ലെങ്കിൽ വരും കാലങ്ങളിലോ ഇവർ തങ്ങൾക്കെതിരെ തിരിയുകയും തങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച് തങ്ങളെ ഇവിടുന്ന് ഓടിച്ചുകൂടുകയും ഈ രാജ്യം പിടിച്ചടക്കുകയും അല്ലെങ്കിൽ തങ്ങളെ അടിമത്തത്തിലൊക്കെ ആക്കും എന്നൊരു ഭയം ഈ മിസ്രയീം രാജാവിനെ ഭരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയും ഈ ഇസ്രായേൽ ജനതയെ നശിപ്പിക്കണമെന്ന് ഈ മിസ്രയീം രാജാവ് കരുതുകയാണ്. അതിനുള്ള പ്ലാനുകളും പദ്ധതികളും ആവിഷ്കരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ പദ്ധതിയാണ് ഈ ഇസ്രായേൽ ജനതയുടെ സന്താന നിയന്ത്രണം, ജനസംഖ്യാ നിയന്ത്രണം. അതിനുവേണ്ടിയാണ് ഈ സൂതികർമ്മിണികളെ രാജകൊട്ടാരത്തിലേക്ക് ഈ രാജാവ് വിളിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ പ്രസവം എടുക്കാൻ പോകുമ്പോൾ എബ്രായ സ്ത്രീകളുടെ വീടുകളിലേക്ക് പോകുമ്പോൾ, എബ്രായ സ്ത്രീകളുടെ അടുക്കിലേക്ക് പോകുമ്പോൾ, എബ്രായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സ്ത്രീകളുടെ അടുക്കിലേക്ക് പോകുമ്പോൾ അവർ പ്രസവിക്കുന്നത് ആൺകുട്ടികളാണെങ്കിൽ അവരെ കൊന്നുകളയണം, ജീവനോടെ വെച്ചേക്കരുതെന്ന് പറയുകയാണ്. നമുക്കറിയാം, അന്നത്തെ കാലത്ത് ഹോസ്പിറ്റലൊന്നുമില്ല, വീടുകളിലാണ് പ്രസവം നടക്കുന്നത്. അപ്പം ഈ സൂതികർമ്മിണികൾ അല്ലെങ്കിൽ വയറ്റാട്ടികളാണ് പോയി പ്രസവം എടുക്കുന്നത്. അപ്പം അവരോട് പറയുകയാണ്, ആ എബ്രായ സ്ത്രീകൾക്കുണ്ടാകുന്നത് ആൺകുട്ടികളാണെങ്കിൽ കൊന്നുകളയണം. കാരണം അന്നത്തെ കാലത്ത് ഇതുപോലെ ലിംഗനിർണയ ടെസ്റ്റുകളുമില്ല. പ്രസവിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ആണാന്നോ പെണ്ണാന്നോ അറിയുള്ളൂ. അപ്പോൾ അവർക്ക് ജനിക്കുന്ന ആൺകുട്ടികളാണെങ്കിൽ അവരെ കൊന്നുകളയണമെന്ന് സ്ട്രിക്റ്റ് ഓർഡർ കൊടുക്കുകയാണ്, രാജകൽപ്പനയാണ്. അവർ കൽപ്പന കൊടുക്കുകയാണ്, സൂതികർമ്മിണികൾക്ക് കൽപ്പന കൊടുക്കുകയാണ്. എന്നാൽ ഈ സൂതികർമ്മിണികൾ അവർക്കറിയാം അവരുടെ കൈകൾ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്ന കൈകളാണ്. ആ കൈകൾ കൊണ്ട് അവർ കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ അവർക്ക് ധൈര്യം വരുന്നില്ല, മനസ്സ് വരുന്നില്ല. അതുമല്ലാതെ മനസാക്ഷിക്കെതിരായിട്ടുള്ള ഒരു ഇതാണ്, അത് ചെയ്യാൻ ചെയ്യുന്നില്ല. അതുമല്ല അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോഴാണ് ഈ വചനം അവിടെ പറയുന്നത്, സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു, മിസ്രയീം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. കാരണം ഈ രാജകൽപ്പനയേക്കാൾ കൂടുതൽ അവർ ദൈവത്തെയാണ് ഭയപ്പെടുന്നത്. ദൈവത്തിനെതിരായി അല്ലെങ്കിൽ ദൈവഹിതത്തിനെതിരായോ തങ്ങളുടെ മനസാക്ഷിക്കെതിരായോ ഒന്നും ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് എബ്രായ സ്ത്രീകൾക്ക് ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും അവർ കൊല്ലാതെ ശേഷിപ്പിച്ചു. നിങ്ങൾക്കറിയാം, എൻ്റെ ഈ വീഡിയോയ്ക്ക് വളരെ വ്യൂസ് കുറവാണ്. വളരെ കുറച്ച് പേര് മാത്രമേ ഈ വീഡിയോ കാണുന്നുള്ളൂ. അപ്പം ആ വീഡിയോ കാണുന്ന ചുരുക്കം ചിലരിൽ ഒരാളെന്ന് പറയുന്നത് അതിപ്രശസ്തയായ ഒരു ഗൈനക്കോളജിസ്റ്റാണ്. ആ ഗൈനക്കോളജിസ്റ്റ് ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിലാണ്, വിശ്രമ ജീവിതത്തിലാണ്. അപ്പം ഈ ആത്മീയമായി നല്ല പരിജ്ഞാനമുള്ള, വേദപുസ്തകം നല്ലപോലെ വായിച്ച് നല്ലപോലെ ഗ്രഹിക്കുന്ന ഒരു ഡോക്ടറാണ്, ഒരു ഡോക്ടറമ്മയാണ്. അപ്പോൾ ആ ഗൈനക്കോളജിസ്റ്റാണ്. ആ ഡോക്ടർ ഇപ്പം നല്ലൊരു ആത്മീയ ജീവിതം നയിച്ചുകൊണ്ട് ഇതുപോലെ ആത്മീയ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും എല്ലാ ആരാധനയിലും പള്ളിയിൽ എല്ലാ ആരാധനയിലും പങ്കെടുക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ചെറിയ ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല സ്വസ്ഥമായൊരു വിശ്രമ ജീവിതം നയിക്കുകയാണ്. അപ്പോൾ ആ ഡോക്ടറമ്മ എൻ്റെ വീഡിയോ കണ്ട് എന്നെ പലപ്പോഴും വിളിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അതുമല്ല, എനിക്കിങ്ങനെ അപകടമൊക്കെ പറ്റി കിടക്കുമ്പോൾ മിക്കവാറും എന്നെ വിളിച്ച് എൻ്റെ ആരോഗ്യം ക്ഷേമാനം എല്ലാം അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ച് എനിക്ക് വേണ്ട പ്രോത്സാഹനം തരും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഡോക്ടറമ്മയാണ്. അപ്പോൾ ആ ഡോക്ടറമ്മ എന്നോട് പങ്കുവെച്ച ഒരു കാര്യം ഇവിടെ ഈ വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്, അതിവിടെ കുറിക്കുകയാണ്. അതായത് ഈ ഗൈനക്കോളജിസ്റ്റായ അതിപ്രശസ്തയായ ആ ഡോക്ടർ അവരുടെ ആ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയി സേവനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ സേവനം ചെയ്യുമ്പോൾ ചിലയിടങ്ങളിലൊക്കെ വളരെ സ്ട്രേഞ്ച് റിക്വസ്റ്റ്, അതായത് ചില യുവതികൾ അവരെ സമീപിച്ചിട്ടുണ്ട്. അവർ സമീപിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഗർഭിണിയാണ്, അത് അബോർഷൻ ചെയ്ത് തരണമെന്ന് പറയുകയാണ്. അപ്പോഴൊക്കെ ഈ യുവതികളൊക്കെ, ഈ ഡോക്ടറുടെ അടുത്ത് വരുന്ന ഈ യുവതികളൊക്കെ ഒന്നുകിൽ അവിഹിത ബന്ധത്തിലൂടെ ബന്ധരിച്ചവരായിരിക്കും, അല്ലെങ്കിൽ ദമ്പതികളായിരിക്കെ തന്നെ ദമ്പതികൾ അവിചാരിതമായി അപ്രതീക്ഷിതമായി അവർക്ക് പ്ലാനും പദ്ധതിയും ഒന്നും ഇല്ലാതെ
ഈ ഭാര്യ ഗർഭിണിയായിരിക്കും. അങ്ങനെയുള്ള യുവതികളാണ്. കാരണം ഈ പ്രസവം എടുക്കാനുള്ള പൈസ കാണത്തില്ല, അല്ലെങ്കിൽ മൂത്ത കുഞ്ഞിന് അധികം പ്രായമായി കാണത്തില്ല. അതുകൊണ്ടാണ് ഇത് അബോർട്ട് ചെയ്യാനായിട്ട് ഈ അബോർഷന് വേണ്ടി അവർ ശ്രമിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള യുവതികൾ ഈ ഡോക്ടറെ സമീപിക്കുമ്പോൾ ഡോക്ടർ അവരെ നിരുത്സാഹപ്പെടുത്തും. എന്നിട്ട് അവരോട് പറയും, ഭ്രൂണഹത്യ പാപമാണ്, അതും ഒരു കൊലപാതകമാണ്. അതുമല്ല, വരും ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ അത് ദോഷം ചെയ്യും. ഒരുപക്ഷേ ഭാവിയിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യത കുറവായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നെല്ലാം പറയും. അത് പാവമാണെന്നെല്ലാം പറഞ്ഞ് അവരെ നല്ല ഉപദേശം കൊടുത്ത് പറഞ്ഞു വിടും, നിരുത്സാഹപ്പെടുത്തും. ആ അബോർഷൻ്റെ കാര്യം പറയുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തി അവരെ മടക്കി അയക്കാറുണ്ട്. ചില കേസുകളിലൊക്കെ ഈ ഡോക്ടർമാർക്ക് ഈ പൈസ ഇല്ലെന്ന് പറയുമ്പോൾ അവർക്ക് പൈസ പോലും കൊടുത്ത് ഈ പ്രസവിക്കാനുള്ള പൈസ, അതിൻ്റെ ചികിത്സാ ചെലവ് പോലും കൊടുത്ത് ഈ ഡോക്ടർ സഹായിച്ചിട്ടുണ്ട്. ചില ചില ഇടങ്ങളിലൊക്കെ, ചില ആശുപത്രിയിലൊക്കെ മേലധികാരികളിൽ നിന്ന് പോലും ഇവർക്ക് വലിയ സ്വാധീനം, അത് റെക്കമെൻഡേഷൻ വരും. അവരുടെ മേലധികാരിയുടെ റെക്കമെൻഡേഷനിലൂടെ ചില ആൾക്കാരെ ഈ ഡോക്ടറെ അടുത്ത് വിടും. ഞങ്ങൾ മേലധികാരി പറഞ്ഞു വിട്ട എന്നും പറഞ്ഞ് ഡോക്ടറെ അടുത്ത് വരുമ്പം ആ മേലധികാരികളൊന്നും ഈ ഡോക്ടർ ഭയക്കത്തില്ല, അവർ കേൾക്കത്തുമില്ല. കാരണം തെറ്റ് ചെയ്യാൻ ഒരിക്കലും അവരുടെ മനസ്സാക്ഷി അനുവദിക്കത്തില്ല. അപ്പം അങ്ങനെ ഈ ഈ സൂതികർമ്മിണി ഇതുപോലെ ഈ ദൈവത്തെയാണ് ഭയപ്പെടുന്നത്. മേലധികാരികളെ ഭയപ്പെടാതെ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ഒരിക്കലും അവരുടെ ആ കൈകൾ ആ പാപക്കറ പുരളുവാൻ അവർ സമ്മതിച്ചില്ല. അങ്ങനെ ഒരു അബോർഷൻ ചെയ്ത് അല്ലെങ്കിൽ ഭ്രൂണഹത്യ ചെയ്ത് ഒരിക്കലും അവരുടെ കൈകൾ ഈ ഇങ്ങനെ ആ പാപക്കറ പുരളുവാൻ അവർ സമ്മതിച്ചു കൊടുത്തിട്ടേ ഇല്ല. അപ്പോൾ അവരുടെ കൈകൾ ശുദ്ധമായി തന്നെ അവർ സൂക്ഷിച്ചു. അപ്പം ഇങ്ങനെ സൂക്ഷിച്ചെല്ലാം കഴിഞ്ഞ് അവർ റിട്ടയർമെൻ്റ് ഒക്കെ ആയി. ഇങ്ങനെ സ്വസ്ഥമായ ജീവിതം നയിക്കുമ്പോൾ ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് ഒരമ്മയും 10-25 വയസ്സ് പ്രായമായ അവരുടെ മകനൂടെ കയറി വന്നു. അപ്പോൾ സന്ധ്യ 4-5 മണി ആയപ്പോഴാണ് വരുന്നത്. ഇപ്പം സന്ദർശകരുണ്ടെന്ന് പറഞ്ഞ് അവർ വെളിയിൽ വരുമ്പോൾ ഒരമ്മയും 10-25 വയസ്സായ അവരുടെ മകനും കൂടെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ വന്ന അമ്മ ചോദിച്ചു, ഡോക്ടർക്ക് എന്നെ മനസ്സിലായോ? അപ്പം ഡോക്ടർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. കാരണം എത്രയോ ഇടങ്ങളിൽ ജോലി ചെയ്താണ്, ആയിരക്കണക്കിന് ആൾക്കാരെ കണ്ട് അതാണ്, കുഞ്ഞുങ്ങളെ രക്ഷിച്ചതാണ്, അപ്പം പ്രസവം എടുത്താണ്. അപ്പം പെട്ടെന്ന് ഒരാളെ ഓർമ്മ വെക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ആ വന്ന അമ്മ തന്നെ പരിചയപ്പെടുത്തി, 10-25 കൊല്ലത്തിന് മുമ്പ് ഡോക്ടർ അവിടെ ആയിരിക്കുമ്പോൾ ഞാൻ ഡോക്ടറെ വന്ന് കണ്ടിരുന്നു. എനിക്കൊരു അബോർഷൻ വേണമായിരുന്നു, അതിനുവേണ്ടി വന്നതായിരുന്നു. അപ്പം അന്ന് ഡോക്ടർ എന്നെ നിരുത്സാഹപ്പെടുത്തുകയും വേണ്ട സഹായങ്ങൾ, സാമ്പത്തിക സഹായമൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് എന്നെ മടക്കി അയക്കുകയും ചെയ്തു. ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടറിന് പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വന്നില്ല. അത് കഴിഞ്ഞ് പറഞ്ഞു, ഒരുപക്ഷെങ്കിൽ അന്ന് ഡോക്ടർ അതിന് സമ്മതിക്കുകയും അബോർഷൻ ചെയ്യുമായിരുന്നെങ്കിൽ ഈ നിൽക്കുന്ന എൻ്റെ മോനാണ്, ഇവൻ കാണുമായിരുന്നില്ലെന്ന് പറയുകയാണ്. എന്നിട്ട് വളരെ അഭിമാനത്തോടെ ഈ വന്ന അമ്മ പറയുകയാണ്, ഡോക്ടറെ, അന്ന് ഡോക്ടർ പിന്നെ ഈ അബോർഷൻ ചെയ്തായിരുന്നെങ്കിൽ ഈ മകൻ ഇന്ന് ഒരു MBBS സ്റ്റുഡൻ്റാണ്. അതായത് 2ാം വർഷം MBBSന് പഠിക്കുകയാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ പലപ്പോഴും തീരുമാനിച്ചു ഡോക്ടറെ വന്ന് കാണണം എന്ന്, ഇപ്പോഴാണ് സമയം കിട്ടിയത്, അതുകൊണ്ട് ഞങ്ങൾ വന്ന് കണ്ട അനുഗ്രഹം തേടി വന്നതാണെന്ന് പറയുകയാണ്. ഈ ഡോക്ടർക്ക് വലിയ ചാരിതാർത്ഥ്യം, വലിയ സന്തോഷമായി. ആ ഡോക്ടർ ആ മകനെ അനുഗ്രഹിച്ചു വിട്ടു. പ്രിയമുള്ളവരെ, നോക്കണേ, ഒരുപക്ഷെങ്കിൽ അന്ന് ഈ അബോർഷൻ ചെയ്യുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിന് ഒരു ഡോക്ടറെ നഷ്ടപ്പെടുമായിരുന്നു. ഇവിടെ ഇതാ ആ അബോർഷൻ ചെയ്യാതെ അവരെ നിരുത്സാഹപ്പെടുത്തി ആ ഡോക്ടർ വിട്ടപ്പോൾ ആ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് മനസ്സാക്ഷിക്കെതിരായ ഒരു കുറ്റം ചെയ്യത്തില്ല എന്നുള്ള ഒരു ശപഥം ചെയ്തുകൊണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്തിന് പ്രഗത്ഭനായ ഡോക്ടറെ കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെയും സൂതികർമ്മിണികൾ ചെയ്തതാണ്. ഈ സൂതികർമ്മിണികൾ ഈ രാജകൽപ്പന അനുസരിക്കാതെ ഇങ്ങനെ ഈ വിപ്രായ സ്ത്രീകൾക്കുണ്ടാകുന്ന കുട്ടികളെയൊക്കെ ഇങ്ങനെ രക്ഷിച്ചപ്പോൾ നമുക്കുണ്ടായത് ലോകത്തിലേക്ക് ഏറ്റവും വലിയൊരു പ്രവാചനയാണ്. ഇങ്ങനെ എബ്രായ സ്ത്രീകളുടെ കുട്ടികളെ ഇങ്ങനെ രക്ഷിച്ചതുകൊണ്ടാണ് മോശ എന്നൊരു പ്രവാചകൻ ഉണ്ടാവാനിടയായത്, ജനിക്കുവാനിടയായത്. ആ മോശയാണ് ഈ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ ഇതൊരു ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ട് കൂടിയാണ്. കാരണം ഈ സൂതികർമ്മിണികൾ, മിസ്രയീമ്യരായ ഈ സൂതികർമ്മിണികൾ അവരുടെ മനസ്സാക്ഷി, അവരെ ദൈവത്തെ ഭയന്നുകൊണ്ട് ആ ഡോക്ടർ ചെയ്ത പോലെ, ആ ഡോക്ടർ ദൈവത്തെ ഭയന്നെങ്കിൽ മനസ്സാക്ഷിക്കെതിരായി ഒന്നും ചെയ്യത്തില്ലെന്ന് ശപഥമെടുത്തപ്പോൾ ഇവിടെ ഇതായി സൂതികർമ്മികളും അതുപോലെ രാജകൽപ്പനയേക്കാൾ കൂടുതൽ അവർ ദൈവത്തെ ഭയന്നപ്പോൾ ഇതാ ഈ യേശുവിൻ്റെ വഴിയിൽ ഒരു രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ട് മോശ എന്ന പ്രവാചകൻ ജനിക്കുകയാണ്. ആവർത്തന പുസ്തകത്തിൽ ഈ മോശയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മോശ ചെയ്ത ഭയങ്കര കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ ഈ
യഹോവയായ ദൈവത്തിന് അഭിമുഖമായി സംസാരിച്ച ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ വേറെ ആരും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. അത്രമാത്രം ശക്തനായ ഒരു പ്രവാചകനെ ഉണ്ടാകുവാൻ കാര്യം ഈ എബ്രായ സ്ത്രീകളുടെ പുണ്യപ്രവൃത്തിയാണ്. കാരണം അവരന്ന് ഈ ഓരോ എബ്രായ സ്ത്രീകൾക്കുണ്ടാകുന്ന ഓരോ ആൺകുട്ടികളെയും ഇങ്ങനെ കൊന്നു തള്ളുകയായിരുന്നെങ്കിൽ മോശ ജനിക്കുമായിരുന്നില്ല. അപ്പോൾ ആ മോശയ്ക്ക് ജനിക്കുവാൻ കാരണമായത് ഈ എബ്രായ സ്ത്രീകളുടെ ആ നല്ല പുണ്യപ്രവൃത്തിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്തിൽ അനുദിനം നമ്മൾ ടി വിയിലൂടെയും പേപ്പറിലൂടെയും ഒക്കെ നമ്മൾ കേൾക്കുന്നത് ചവറ്റുകുട്ടയിൽ പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരം, ക്ലോസറ്റിൽ ശുചിമുറിയിൽ കുഞ്ഞുങ്ങളുടെ ശവശരീരം, സൂട്ട്കേസിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ തുണ്ടുതുണ്ടമാക്കി ഇങ്ങനെ നദിയിലേക്ക് കടലിലേക്ക് എറിയുന്ന കാഴ്ചകളൊക്കെ കാണുമ്പോൾ പ്രിയമുള്ളവരെ, അവരെ നമ്മൾ ഓർക്കേണ്ടത് ആ കുഞ്ഞുങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള അവകാശം നഷ്ടപ്പെടുത്തുകയാണ്. രണ്ടാമത് വലിയൊരു കൊലപാതകം നടത്തുകയാണ്. മൂന്നാമത് ഇവരൊക്കെ ഈ കൊന്നു തള്ളിയ ആ കുഞ്ഞുങ്ങളൊക്കെ, ആ നിർദ്ദയം ഈ കൊന്നു തള്ളുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ഒരുപക്ഷെ ആരറിഞ്ഞു ആ ഭാവിയിൽ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകേണ്ടിയവരായിരുന്നു. ഒരുപക്ഷെങ്കിൽ ഈ രാജ്യത്തെ തന്നെ നയിക്കുന്ന ഉത്തമ പൗരന്മാരായി വളർന്നു വരേണ്ട അവരെയാണ് അവർ ജനിക്കുന്നതിന് മുമ്പേ അവരുടെ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെടുത്തുന്ന നിർദ്ദയം കൊന്നു തള്ളുന്നത്. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവഭയം നമ്മളെ ഈ തെറ്റിൽ നിന്നൊക്കെയും പിടിച്ചു നിർത്തുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരോട് നമുക്ക് പറയുവാനുള്ളത്, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നൈമിഷിക സുഖത്തിന് വേണ്ടി ആ തെറ്റിലേക്ക് വഴുതി വീഴുമ്പോൾ ഇങ്ങനെയുള്ള അനന്തരഫലം കൂടി ഉണ്ടാവും എന്ന് നോക്കണം. കാരണം ഇങ്ങനെയുള്ള അവിഹിത ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തെയും ഈ കുടുംബക്കാരെയും ഒക്കെ അഭിമുഖീകരിക്കാനുള്ള പ്രശ്നം വരും. ഇങ്ങനെ പിന്നെ അബോർഷൻ ചെയ്യേണ്ടി വരും. അബോർഷൻ ചെയ്യുന്നത് ഏറ്റവും ഭ്രൂണഹത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കൊലപാതകമാണ്. ആ കൊലപാതകത്തിലേക്ക് നിങ്ങൾ നയിക്കും. ഒരു കൊലപാതകൻ്റെ പേരിൽ നിങ്ങൾ അറിയപ്പെടും. അതുകൊണ്ട് ദൈവഭയം, അതായത് ദൈവഭയം ഈ തെറ്റിൽ നിന്നൊക്കെയും നമ്മളെ മാറ്റുന്ന ഒന്നാണ് ദൈവഭയം. അതുകൊണ്ട് ദൈവാശ്രയ ബോധത്തോടെ ജീവിച്ചുകൊണ്ട് ഒരു നൈമിഷിക സുഖത്തിന് വേണ്ടി തെറ്റിലേക്ക് വഴുതി വീഴാതെ നമ്മുടെ കുടുംബക്കാർ, അപ്പനും അമ്മയും പറയുന്നതൊക്കെ കേട്ടനുസരിച്ച് നല്ലൊരു ആത്മീയ ജീവിതം നയിക്കുമ്പോൾ ഈ ദൈവത്തെ കൂടുതൽ അറിയുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്യാനുള്ള പ്രേരണ നമ്മളിൽ നിന്ന് അകറ്റും. ആ ദൈവഭയം എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മെ അകറ്റുന്നതാണ്. ഈ ഡോക്ടറമ്മ, നല്ലവളായ ആ ഡോക്ടറമ്മ ഒരുപക്ഷെങ്കിൽ ഈ നല്ലൊരു ആത്മീയ ജീവിതം നയിച്ചതുകൊണ്ടാണ് എത്രയോ ആൾക്കാർ കൈകളിൽ കറ പുരണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഡോക്ടറമ്മ കൈകളിൽ ആ പാപക്കറ പുരളാതെ അവർ ദൈവാശ്രയ ബോധത്തോടെ ജീവിച്ചുകൊണ്ടാണ് ഇന്നൊരു ഡോക്ടറെ അവർക്ക് ഈ ലോകത്തിന് പ്രദാനം ചെയ്യാനാകുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ തെറ്റിലേക്ക് വഴുതി വീഴുമ്പോഴും നമ്മൾ പിന്നെയും തെറ്റിലേക്കാണ്. ആ ഒരു തെറ്റിലേക്ക്, ഒരു നൈമിഷിക സുഖത്തിന് വേണ്ടി ഒരു തെറ്റിലേക്ക് വീഴുമ്പോൾ അതിനപ്പുറം ഒരു തെറ്റുണ്ട്. അവിഹിതമായി ഗർഭം ധരിക്കുന്നു. ആ ഗർഭം ധരിച്ച് പിന്നെ ആവലാതികളാണ്, ജീവിതത്തിൽ സമാധാനമില്ല. അതിനെ എങ്ങനെ നശിപ്പിക്കുന്നു കരുതി പലയിടം ഇങ്ങനെ പോയി പക്ഷേ അബോർഷൻ ചെയ്യാതെ വരുമ്പോൾ എങ്ങനെയും പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിനെ കഴുത്ത് ഞെരുക്കി കൊന്ന് ഏതെങ്കിലും ശുചിമുറിയിലോ ഏതെങ്കിലും ചവറ്റുകൊട്ടയിലോ അല്ലെങ്കിൽ അമ്മത്തൊട്ടിലോ ഒക്കെ എറിയുമ്പോൾ ഓർക്കേണ്ടത് ഇതാണ്: നിങ്ങളൊരു കൊലപാതകി അല്ലെങ്കിൽ കൊലപാതകനാകുകയാണെന്നുള്ളത്. അതുകൊണ്ട് ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കുക. ചെറുപ്പക്കാരെ, നിങ്ങൾ ദൈവത്തിലേക്ക് തിരികെ ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. ഈ ദൈവഭയം, ഈ സൂതികർമ്മികൾ രാജകൽപ്പനയേക്കാൾ കൂടുതൽ, ഈ ലോകത്തിൻ്റെ സുഖങ്ങളെക്കാൾ, ധനമോഹങ്ങളെക്കാൾ കൂടുതൽ, വലിയ സ്ഥാനമാനങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തെ ഭയപ്പെട്ടപ്പോൾ ഇതാ മോശ എന്നൊരു പ്രവാചകൻ ഇവിടെ ഉണ്ടായെങ്കിൽ, ഇവിടെ ഇതാ ഡോക്ടർമാർ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് തൻ്റെ മനസാക്ഷിക്കെതിരായി ഒന്നും ചെയ്യത്തില്ലെന്ന് ദൈവാശ്രയബോധത്തോടെ ജീവിച്ചപ്പോൾ ഇതാ ഒരു ഡോക്ടറിനെ പ്രദാനം ചെയ്യുന്ന പോലെ നിങ്ങൾ ദൈവാശ്രയബോധത്തോടെ ജീവിക്കുകയും തെറ്റിലേക്ക് വഴുതി വീഴാതെ ദൈവഭയത്തോടെ ജീവിക്കുകയും ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ. എപ്പോഴും ദൈവഭയം നമ്മെ ഈ തെറ്റിൽ നിന്നൊക്കെയും വിടുവിക്കുന്ന ബോധത്തോടെ നമുക്ക് ജീവിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു.